ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. എന്നിട്ട് അതുപോലെ ഈ വർഷം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. ആദ്യം വന്നിട്ടുള്ളത് എന്താണ്? റീഡിങ് കോംപ്രഹെൻഷൻ ആണ്. നിങ്ങൾക്കറിയാം, ഒരു പാസേജ് തരും. ആ പാസേജിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പാസേജ് ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ വന്നിട്ടുള്ളത്? കോൺവെർസേഷൻ ആണ് വന്നിട്ടുള്ളത്. ആക്ടിവിറ്റി 2 വന്നിരിക്കുന്നത് എന്താണ്? രണ്ടുപേരുടെ ഇടയിൽ ഒരു കോൺവെർസേഷൻ്റെ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട്, ഒരു സംഭാഷണത്തിൻ്റെ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളോടത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ആക്ടിവിറ്റി 2 വരുന്നത്. പിന്നെ ഏതാ മൂന്നാമത്തെ ആക്ടിവിറ്റി വന്നിട്ടുള്ളത്? ലെറ്റർ റൈറ്റിംഗ് ആണ്. ഈ ഒരു കോൺവെർസേഷനും പാസേജും അതുപോലെ തന്നെ ലെറ്റർ റൈറ്റിങ്ങും ഒട്ടുമിക്ക ചോദ്യ പേപ്പറുകളിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു 99% ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ നോക്കാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു ഫോർമാറ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, അടുത്തത് എന്താണ്? 4ാമത്തെ ആക്ടിവിറ്റിയാണ്. നോട്ടീസ് പ്രിപ്പറേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആക്ടിവിറ്റി 5 പറഞ്ഞത് ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതാ നോക്കൂ, ഇവിടെ ഇതാ നോക്കിക്കോളൂ, കണ്ടോ? ഇവിടെ 4 പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പിക്ചറിലും എന്താണ് പറയുന്നത് അത് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാനാണ് പറയുന്നത്. കണ്ടോ, ആദ്യത്തെ പിക്ചറിൽ അവർ രണ്ടുപേരും കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്, പിന്നെ അവർ കളിക്കുന്നുണ്ട്, വേറൊരു കുട്ടി വരുന്നുണ്ട്, അല്ലേ? അവർ പട്ടം പറപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ആണ്. ഇനി 6ാമത്തേത് എന്താ വരുന്നത്? 6ാമത്തേത് എഡിറ്റിംഗ് ആണ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതായിരിക്കും? പാസേജ് തന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എഴുതാനാണ്. അവസാനത്തെ വരുന്നത് മിക്കവാറും എന്ത് തന്നെയാണ്? എഡിറ്റിംഗ് തന്നെയാണ്. നമുക്കൊരു 2-3 സെൻറ്റൻസ് തന്നിട്ടുണ്ടാവും, അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടാവും, അത് തിരുത്തി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കഴിഞ്ഞ കൊല്ലം വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫോമാറ്റ്. നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഇക്കൊല്ലം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പാസേജ് വായിച്ച് നോക്കാം. ടോമി ദ സ്ക്യൂറൽ ആൻഡ് ടുട്ടു ദ പപ്പി വർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ ആരൊക്കെ ഇതിലുള്ളത്? 2 കൂട്ടുകാരുടെ കാര്യമാണ് പറയുന്നത്, അല്ലേ? ടോമി ദ സ്ക്യൂറൽ എന്ന് പറഞ്ഞാൽ ദാ ഈ അണ്ണാനാണ്, അല്ലേ? ടുട്ടു ദ പപ്പി, ആരാണ് ടുട്ടു? ഇതാണ് പപ്പി. കണ്ടോ, ഈ ഒരു നായക്കുട്ടിയാണ് ടുട്ടു. അപ്പോൾ അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു. ദേ ഓൾവേസ് പ്ലേ ടുഗെദർ, അവരെപ്പോഴും ഒരുമിച്ചാണ് കളിച്ചിരുന്നത്. വൺ ഡേ ദേ വെന്റ് ടു എ ഫോറസ്റ്റ്, ഒരു ദിവസം അവരൊരു കാട്ടിലേക്ക് പോയി. ആഫ്റ്റർ സം ടൈം ദേ ഫെൽറ്റ് തേഴ്സ്റ്റി, കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താണ്? ദാഹം തോന്നി. ദേ വാക്ക്ഡ് ഇൻ സെർച്ച് ഓഫ് വാട്ടർ, അവർ വെള്ളം നോക്കി അവിടെ ആകെ നടന്നു. അറ്റ് ലാസ്റ്റ് ദേ സോ എ റിവർ. ടോമി ആൻഡ് ടുട്ടു റാൻ ടു ദ റിവർ ആൻഡ് സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് വാട്ടർ. അവർ അവസാനം ഒരു റിവർ കണ്ടെത്തി, അല്ലേ? അപ്പം റിവർ കണ്ടപ്പോൾ എന്താണ്? അവർ ഓടിപ്പോയി ആ റിവറിൽ നിന്ന് വെള്ളം കുടിച്ചു തുടങ്ങി. സഡൻലി ടോമി സ്ലിപ്ഡ് ഇൻ ടു ദ വാട്ടർ. പെട്ടെന്നായിരുന്നു എന്തുണ്ടായത്? ഈ ടോമി ഉണ്ടല്ലോ, ഈ അണ്ണാരക്കണ്ണൻ അതിലേക്ക് സ്ലിപ്പ് ചെയ്തു, വെള്ളത്തിലേക്ക് വഴുതി വീണു. ഹെൽപ്പ് ഹെൽപ്പ് ടോമി ക്രൈഡ്. അയ്യോ, രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ടോമി കരഞ്ഞു തുടങ്ങി. ടുട്ടു ജംപ്ഡ് ഇൻ ടു ദ റിവർ. പെട്ടെന്ന് തന്നെ ടുട്ടു എന്ത് ചെയ്തു? ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ഗെറ്റ് ഓൺ മൈ ബാക്ക് ടോമി. എന്താ പറഞ്ഞത്? നീ എൻ്റെ പുറത്ത് കയറിയിരിക്കുകയല്ലേ? അങ്ങനെ പറഞ്ഞു നമ്മുടെ ടുട്ടു പറഞ്ഞു. ടുട്ടു സെഡ്. ടോമി ക്ലൈംഡ് ഓൺ ടുട്ടൂസ് ബാക്ക്. വേഗം നമ്മുടെ ഈ സ്ക്യൂറൽ ഉണ്ടല്ലോ, ഈ സ്ക്യൂറൽ ഈ ഡോഗിൻ്റെ പുറത്ത് കയറിയിരുന്നു. ടുട്ടു സ്വാം ടു ദ ഷോ വിത്ത് ടോമി. വേഗം തന്നെ ഈ നായ്ക്കുട്ടി എന്ത് ചെയ്തു? ആ വെള്ളത്തിൽ നീന്തി കരയ്ക്കെത്തി. ഷോർ എന്ന് പറഞ്ഞാൽ കരയ്ക്കെത്തി. ടോമി ഹഗ് ടുട്ടു ആൻഡ് സെഡ്. പെട്ടെന്ന് തന്നെ നമ്മുടെ അണ്ണാനുണ്ടല്ലോ, ഈ ഒരു നായക്കുട്ടിയെ കെട്ടിപ്പിടിച്ചിട്ട് എന്താ പറഞ്ഞത്? യു ആർ മൈ ഫ്രണ്ട്, മൈ റിയൽ ഫ്രണ്ട്, യു സേവ് മൈ ലൈഫ്. നീയാണ് എൻ്റെ കൂട്ടുകാരൻ, നീയാണ് എൻ്റെ ശരിക്കുമുള്ള കൂട്ടുകാരൻ, നീ എൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റോറി വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൂ വാസ് ടോമീസ് ഫ്രണ്ട്? ആരായിരുന്നു ടോമിയുടെ ഫ്രണ്ട്? ഫ്രണ്ട്? ഇതാ ടുട്ടു ദ പപ്പി, അല്ലേ? ടുട്ടു ദ പപ്പി ആയിരുന്നു ആരുടെ ഫ്രണ്ട്? ടോമിയുടെ ഫ്രണ്ട്. വേർ ഡിഡ് ടോമി ആൻഡ് ടുട്ടു ഗോ വൺ ഡേ? ടോമിയും ടുട്ടും കൂടി എവിടേക്കാണ് പോയത് ഒരു ദിവസം? ഇതാണ് ഉത്തരം വരുന്നത്. എവിടേക്കാണ് പോയത്? ദേ വെന്റ് ടു എ ഫോറസ്റ്റ്. അവരെവിടേക്കാണ് പോയത്? കാട്ടിലേക്കാണ് പോയത്. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വേർഡ് ദാറ്റ് മീൻസ് റിവർ ബാങ്ക്. നദിയുടെ തീരം എന്നർത്ഥം വരുന്ന വേർഡ് ഏതാണ്? റിവർ ബാങ്ക്. ഇതാണ് അർത്ഥം വരുന്നത്, ഷോർ. കണ്ടോ,
SHORE, ഷോർ എന്നാണ് എഴുതേണ്ടത്. അടുത്തത് എന്താ? ഹൗ ഡിഡ് ടോമി എസ്കേപ്പ്? ടോമി എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഇതാണ് ഉത്തരം വരുന്നത്. ടോമി ക്ലൈംഡ് ഓൺ ടുട്ടൂസ് ബാക്ക്. ടുട്ടു സ്വാം ടു ദ ഷോ വിത്ത് ടോമി. അങ്ങനെയാണ് ടോമി രക്ഷപ്പെട്ടത്. ഇനി യു സേവ് മൈ ലൈഫ് ടോമി സെഡ്. ഹൗ ഡിഡ് ടോമി ഷോ ഹിസ് ലവ്? നീ എൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് ടോമി പറയുന്നുണ്ട്. ടോമി എങ്ങനെയാണ് സ്വന്തം സ്നേഹം കാണിച്ചത്? ടോമി ഹഗ്ഡ് ടുട്ടു അല്ലേ? അങ്ങനെയാണ് സ്നേഹം കാണിച്ചത്. ആൻസർ എവിടെയാണ് വരുന്നത്? ലാസ്റ്റ് വണ്ണിൻ്റെ ആൻസർ ഇതാണ്. ടോമി ഹഗ്ഡ് ടുട്ടു. കണ്ടോ? അപ്പോൾ അതാണ് എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതേണ്ട കാര്യമില്ല. അതിൽ നോക്കിയിട്ട് അതിൻ്റെ ആൻസർ എന്താണോ അത് കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ. അടുത്തതൊരു കോൺവെർസേഷൻ എഴുതാനാണ്. ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. നമുക്ക് ഇക്കൊല്ലത്തെ ഒരു കോൺവെർസേഷൻ നോക്കാം. When Daddy saw Michael sitting alone on the steps, he went near him and talked to him. മൈക്കിൾ ഒറ്റയ്ക്ക് അവിടെ സ്റ്റെപ്സിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. വാട്ട് വിൽ ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മൈക്കിൾ ആൻഡ് ഹിസ് ഫാദർ? മൈക്കിളും അവൻ്റെ അച്ഛനും തമ്മിലുള്ള സംഭാഷണം എന്തായിരിക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ഉത്തരം വരുന്നത്? ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഡാഡി ചോദിക്കുകയാണ്, വാട്ട്സ് റോങ് ഡിയർ? എന്താണ് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. മൈക്കിൾ, Dad, I don't understand. I followed Mama's advice, but I still didn't grow taller. എന്താ പറയുന്നത്? അച്ഛനോട് പറയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു, പക്ഷെ ഇപ്പോഴും ഞാൻ ഉയരം വെച്ചിട്ടില്ല. അപ്പോൾ അതിന് റിപ്ലൈ എന്താ കൊടുക്കുന്നത്? ഡാഡ്, ഐ നോ മൈക്കിൾ, ബട്ട് റിമെമ്പർ ബീങ് ടോൾ ഈസിൻ ദ ഓൺലി തിങ് ദാറ്റ് മേക്ക് യു എ ഗ്രേറ്റ് പ്ലെയർ. എന്താണ്? അത് എനിക്ക് മനസ്സിലായി, പക്ഷെ നീ ഒരു കാര്യം ഓർമ്മിക്കണം. എന്താണ്? ഉയരമുള്ളത് കൊണ്ട് മാത്രം ഒരാൾ നല്ലൊരു പ്ലെയർ ആവണമെന്നില്ല എന്നാണ് പറയുന്നത്. മൈക്കിൾ, ബട്ട് ഇഫ് ഐ വർ ടോളർ ഐ കുഡ് ഹെൽപ്പ് അവർ ടീം വിൻ മോർ ഗെയിംസ്. പക്ഷേ എനിക്ക് ഉയരമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ടീമിനെ പല രീതിയിലും സഹായിക്കാൻ പറ്റിയിരുന്നു. ഗെയിംസൊക്കെ എനിക്ക് ജയിക്കാൻ പറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഡാഡ് എന്താ പറയുന്നത്? ദാറ്റ്സ് ട്രൂ, ബട്ട് വാട്ട് റിയലി മാറ്റേഴ്സ് ഈസ് പ്രാക്ടീസ് ആൻഡ് ഡിറ്റർമിനേഷൻ. യു ഹാവ് ദ ടാലൻറ്റ് ഇൻസൈഡ് യു. ഓ, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നീ നിരന്തരമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നീ നിരന്തരമായി ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ, ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ എന്തായാലും നിനക്ക് നല്ലൊരു പ്ലെയർ ആവാൻ പറ്റും. നിൻ്റെ ടാലൻറ്റ് നിൻ്റെ ഉള്ളിൽ തന്നെയാണ്, നിൻ്റെ കഴിവ് നിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. മൈക്കിൾ, സോ യു ആർ സീയിങ് ഐ ഡോണ്ട് നീഡ് ടു ബി ടോൾ ടു ബി ഗുഡ് അറ്റ് ബാസ്കറ്റ് ബോൾ. അപ്പോൾ മൈക്കിൾ ചോദിക്കുകയാണ് അച്ഛനോട്. അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്? ഞാൻ നല്ലൊരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആവണമെങ്കിൽ ഞാൻ ഉയരമില്ലെങ്കിലും എനിക്ക് നല്ലൊരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആവാമെന്നാണോ അച്ഛൻ പറയുന്നത്? അല്ലേ? മൈക്കിളിന് ഉയരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ എപ്പോഴും അതെന്താണ്? അപ്പോൾ എപ്പോഴും അവനതൊരു സങ്കടമായിരുന്നു. അപ്പോൾ അവൻ അച്ഛനോട് ചോദിക്കുകയാണ്, ഉയരമില്ലെങ്കിലും എനിക്ക് നല്ലൊരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആവാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഡാഡ് എന്താ പറയുന്നത്? എക്സാക്ട്ലി, കീപ് പ്രാക്ടീസിങ് ആൻഡ് ഓൾവേസ് ഡു യുവർ ബെസ്റ്റ്. ദാറ്റ്സ് വാട്ട് മേക്സ് എ റിയൽ വിന്നർ. അത് എക്സാക്ട്ലി അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നീ നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കൂ, നിൻ്റെ ബെസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കൂ. അതാണ് നിന്നെ ഏറ്റവും നല്ലൊരു വിന്നറാക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്തത് എന്താ? അടുത്തൊരു ലെറ്റർ റൈറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തെ അപ്പോൾ ഇത് ഒരു ഇൻഫോർമൽ ലെറ്ററാണ്. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എഴുതുന്ന ലെറ്ററിനെയാണ് ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുക. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസ് എന്തെങ്കിലും നമ്മൾ കംപ്ലയിൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ എഴുതുന്നത്, അല്ലെങ്കിൽ വല്ല ഹയർ അതോറിറ്റീസിന്, ഇപ്പോൾ നമ്മൾ ചെയർമാൻ എഴുതുകയാണ്, അല്ലെങ്കിൽ മേയർക്ക് എഴുതുകയാണ്, കളക്ടർക്ക് എഴുതുകയാണ്. അപ്പോൾ അതിനെയൊക്കെയാണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തന്നെ നമ്മൾ നമ്മുടെ അഡ്രസ്സ് ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഒരു സല്യൂട്ടേഷൻ. ആർക്കാണോ എഴുതുന്നത്? അപ്പോൾ ഡിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ടിൻ്റെ പേര് എഴുതുക. ഇവിടെ നമ്മൾ ആർക്ക് എഴുതുന്നത്? നമ്മൾ ട്രീക്കാണ് ഈ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഡിയർ ട്രീ എന്ന് കൊടുത്തു. പിന്നെ അപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ലെറ്ററിനെ 3 പാരഗ്രാഫായിട്ട് നമ്മൾ തിരിക്കും. ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്താ എഴുതുക? എന്താണ് നമ്മൾ ആർക്കാണോ എഴുതുന്നത് അവരുടെ സുഖവിവരം അന്വേഷിക്കും, അല്ലേ? ഐ ഹോപ്പ് യു ആർ ഫൈൻ, അല്ലെങ്കിൽ ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ, അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് എന്താണ്? അത്
അതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ കൊടുക്കുക. 2-3 സെൻറ്റൻസേ അതിൽ എഴുതുള്ളൂ. അടുത്ത് വരുന്ന രണ്ടാമത്തെ പാരഗ്രാഫാണ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ കൊടുക്കുക? നമ്മൾ എന്ത് കാര്യം പറയാനാണോ ഈ ലെറ്റർ എഴുതുന്നത്? നിങ്ങൾ ചിലപ്പോൾ എഴുതുന്നത് നിങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടാവും, അപ്പോൾ ട്രിപ്പിനെ പറ്റി പറയാനാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാവും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ബർത്ത്ഡേ എന്താണ്, എവിടെയാണ് നടത്തുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇവിടെ നമ്മൾ പറയുന്നത് ആ ട്രീക്ക് വേണ്ടിയിട്ടുള്ള ലെറ്ററാണ് എഴുതുന്നത്. അപ്പോൾ ട്രീയോട് പറയുകയാണ്, നീ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് അല്ലേ, നീ എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്, എനിക്ക് നിനക്ക് തിരിച്ചൊന്നും തരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ കൊടുക്കുന്നത്. ലാസ്റ്റ് പാരഗ്രാഫ് എന്താണ്? അത് ക്ലോസിങ് പാരഗ്രാഫാണ്. നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറയുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലെറ്റർ ക്ലോസ് ചെയ്യാണ്. അവസാനം എന്താണ് എഴുതേണ്ടത്? വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതുക. ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? ഈ ലെറ്റർ ഒന്ന് നോക്കാം നമുക്ക്. ദ ബോയ് റോട്ട് എ ലെറ്റർ ടു ദ ട്രീ അറ്റ് ദ എൻഡ്. ഹൗ വിൽ ബി ദ ലെറ്റർ? എങ്ങനെയാണ് നമ്മൾ കൊടുത്തു? അഡ്രസ്സ് കൊടുത്തു, ഡേറ്റ് കൊടുത്തു. നെക്സ്റ്റ് എന്താണ്? ഡിയർ ട്രീ. ഡിയർ ട്രീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലെറ്റർ തുടങ്ങി. ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ. ഇറ്റ്സ് വെരി ലോങ് സിൻസ് വി മെറ്റ്. താങ്ക് യു ഫോർ ബീയിങ് സച്ച് എ വണ്ടർഫുൾ ഫ്രണ്ട്. അല്ലേ? അപ്പോൾ നീ ഈ ലെറ്റർ കിട്ടുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കണ്ടിട്ട് കുറേ കാലമായി. എൻ്റെ ഇത്ര നല്ലൊരു ഫ്രണ്ടായതിൽ ഞാൻ എന്നോട് താങ്ക് യു പറയുന്നു. നെക്സ്റ്റ് എന്താണ്? ഐ ഹാവ് സ്പെൻഡ് കൗണ്ട്ലെസ് അവേഴ്സ് പ്ലേയിങ് അണ്ടർ യുവർ ഷെയ്ഡ്, ക്ലൈംബിങ് യുവർ ബ്രാഞ്ചസ് ആൻഡ് ഐ ലവ് മേക്കിംഗ് ക്രൗൺസ് ഫ്രം യുവർ ലീവ്സ്. അല്ലേ? ഞാൻ കുറേ സമയം നിൻ്റെ കൂടെ ചിലവഴിച്ചിട്ടുണ്ട്. നിൻ്റെ ട്രീയുടെ മുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്, നിൻ്റെ ഷെയ്ഡിൽ, നിൻ്റെ നിഴലിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിൻ്റെ ഇലകൾ ഉപയോഗിച്ചിട്ട് ഞാൻ ക്രൗണ്, കിരീടം ഉണ്ടാക്കിയിട്ടുണ്ട്. ദോസ് മെമ്മറീസ് ആർ സം ഓഫ് ദി ഹാപ്പിയസ്റ്റ് ഓഫ് മൈ ലൈഫ്. ആ മെമ്മറീസ് എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം തരുന്നതാണ്. ബട്ട് ആസ് ഐ ഗ്രൂ ഓൾഡർ ഐ ഗോട്ട് ബിസി ആൻഡ് തോട്ട് ഓൺലി അബൌട്ട് ഏർണിംഗ് മണി. പക്ഷെ ഞാൻ പ്രായമാവുന്നതിനനുസരിച്ച് ഞാൻ നിൻ്റെ കാര്യമൊന്നും ആലോചിച്ചില്ല. എൻ്റെ മനസ്സിൽ ആകെ എന്താ ഉണ്ടായിരുന്നത്? എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക, അത് മാത്രമായിരുന്നു മനസ്സിൽ. ഐ നെവർ തോട്ട് അബൌട്ട് അവർ ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ പോലും ആലോചിച്ചില്ല. ആസ് ഐ ഗെറ്റ് ഓൾഡർ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ വാസ് റോങ്. അപ്പോൾ മൂന്നാമത്തെ പാരഗ്രാഫായി. അപ്പോൾ നമ്മൾ അതെന്താ പറയുക, ഉപസംഹരിക്കുകയാണ് അല്ലേ, നമ്മൾ ആ ക്ലോസിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ പറയാണ്, എനിക്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു. ഐ വിഷ് ഐ കുഡ് ഗോ ബാക്ക് ആൻഡ് സ്പെൻഡ് മോർ ടൈം പ്ലേയിങ് വിത്ത് യു ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ടേക്കിംഗ് വാട്ട് ഐ വാണ്ടഡ്. ഞാൻ ആഗ്രഹിച്ചു പോവാണ്, എനിക്ക് സമയത്തിലേക്ക് തിരിച്ചു പോയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്, അല്ലേ, നിൻ്റെ കൂടെ കുറച്ചുകൂടി കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അതുപോലെ തന്നെ നിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം ഇങ്ങോട്ട് പേടിക്കാതെ എന്തെങ്കിലുമൊക്കെ എനിക്ക് നിനക്ക് നൽകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. യു നെവർ കംപ്ലെയിൻഡ് ആൻഡ് ഗേവ് എവേ എവറിത്തിങ് യു ഹാഡ്. നീ ഒരിക്കൽ പോലും കംപ്ലെയിൻ ചെയ്തിട്ടില്ല, നിൻ്റെ കയ്യിലുള്ളതെല്ലാം നീ എനിക്ക് തന്നു. ഐ ആം റിയലി സോറി ഫോർ വാട്ട് ഐ ഡിഡ്. ഞാൻ ചെയ്തതിൽ എന്താണ്, ഞാൻ സോറി പറയുകയാണ് നിന്നോട്. യു വിൽ ഓൾവേസ് ഹാവ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൽ നിനക്ക് എപ്പോഴും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള സ്ഥലം, പ്ലേസ് തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ആ ആൺകുട്ടിയാണ് ലെറ്റർ എഴുതുന്നത്. വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ട് ദ ബോയ്സ് നെയിം, ആ കുട്ടിയുടെ പേര് അവിടെ കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ലെറ്റർ എഴുതേണ്ടത്. അടുത്ത് പറയുന്നത് എന്താണ്? ആക്ടിവിറ്റി 4 ആണ്, നോട്ടീസ് പ്രിപ്പറേഷനാണ്. ഇതാണ് നോട്ടീസ് പ്രിപ്പറേഷൻ. എന്താണ്? ദ ഫാമേഴ്സ് ക്ലബ് ഓഫ് കനിക്കത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഫാമേഴ്സ് ഡേ ഓൺ ചിങ്ങം 1. ഓക്കെ, ചിങ്ങം 1 ഫാമേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് എന്താ കൊടുക്കുന്നത്? ആരാണ് ആ ഒരു പ്രോഗ്രാം നടത്തുന്നത്? ആരാണ്? ഫാമേഴ്സ് ക്ലബ് കണിക്കത്തൂർ ഗ്രാമപഞ്ചായത്ത്. അവരുടെ പേര് കൊടുത്തു. എന്താണ് നടത്തുന്നത്? ഫാമേഴ്സ് ഡേ സെലിബ്രേഷൻ ആണ്. അത് നമ്മൾ അടുത്തതായിട്ട് കൊടുത്തു. മൂന്നാമത്തേത് എന്താണ്? നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങും കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. എന്താണ്? ആദ്യം ആരാണ് നടത്തുന്നത് അല്ലേ, അത് കൊടുക്കുക. എന്ത് പരിപാടിയാണ് നടത്തുന്നത് അത് രണ്ടാമത്തേതായിട്ട് കൊടുക്കുക. മൂന്നാമത്തേത് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ അതിനൊരു ഹെഡിങ്ങും കൊടുക്കുക. നെക്സ്റ്റ് എന്താ എഴുതിയിട്ടുള്ളത്? ഡിയർ ഫ്രണ്ട്സ്, വി ഹാവ് ഡിസൈഡഡ്
to celebrate Farmers Day on Chingam 1st. ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെല്യൂട്ടേഷൻ കൊടുത്തു, എല്ലാവരെയും അഭിസംബോധന ചെയ്തു. ഇനി എന്താ പറയുന്നത്? ഇനി നമ്മൾ പറയാനുള്ള കാര്യം പറയാണ്. 2-3 സെൻറ്റൻസിൽ നമ്മൾ നോട്ടീസ് ചുരുക്കും. 1 പേജും 1.5 പേജൊന്നും എഴുതേണ്ട കാര്യമില്ല. ഏറ്റവും ചുരുക്കത്തിൽ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? വി ഹാവ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഫാമേഴ്സ് ഡേ ഓൺ ചിങ്ങം 1st. ചിങ്ങം 1 ഞങ്ങൾ ഇങ്ങനെ ഫാമേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ, തീരുമാനമെടുത്തിട്ടുണ്ട്. ആസ് എ പാർട്ട് ഓഫ് ദി സെലിബ്രേഷൻ വി വുഡ് ലൈക്ക് ടു ഓണർ മിസ്സിസ് ജാനകി അമ്മ, ദ റെസിപ്പിയൻ്റ് ഓഫ് കർഷകശ്രീ അവാർഡ് 2024. അപ്പോൾ ആസ് എ പാർട്ട് ഓഫ് ദി സെലിബ്രേഷൻ, ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ജാനകി അമ്മയെ അനുമോദിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ആരാണ് ജാനകി അമ്മ? കർഷകശ്രീ അവാർഡ് നേടിയവരാണ് ജാനകി അമ്മ. അപ്പോൾ അത് പറഞ്ഞു കണ്ടോ. ഇനി നെക്സ്റ്റ് കണ്ടോ, ഇതുപോലെ തന്നെ കൊടുക്കണം. ആദ്യം ഡേറ്റ്, സ്ഥലം, സമയം, അല്ലേ, ഏതാണ് തീയതി. അപ്പോൾ എന്നാണ് 16th ജൂലൈ ആണെങ്കിൽ 16 ജൂലൈ എന്ന് കൊടുക്കുക. ഇവിടെ 17th ഓഗസ്റ്റ് 2024 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ടൈം, നെക്സ്റ്റ് എന്താണ്? നമുക്ക് സമയം അറിയണം, അല്ലേ, എന്നാൽ മാത്രമല്ലേ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തീയതി എന്നാണ് നടക്കുന്നത് അത് കൊടുത്തു. നെക്സ്റ്റ് എന്താണ്? എപ്പോഴാണ് നടക്കുന്നത് അത് കൊടുത്തു. ടൈം 10 മണിക്കാണ്. ഇനി വേർ, അല്ലേ, വെന്യൂ, എവിടെയാണ്? ഗ്രാമപഞ്ചായത്ത് ഹാൾ കണിക്കത്തൂരാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ഏത് ദിവസമാണ്, ഏത് സമയമാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ്, അതിനൊക്കെ ഉള്ള ഉത്തരം കിട്ടി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ഓൾ ആർ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞു. കണിക്കത്തൂർ 1st ഓഗസ്റ്റ് 2024. എവിടെ നിന്നാണ് ഈ ഒരു നോട്ടീസ്? കണിക്കത്തൂരിൽ നിന്നാണ്. ഏത് ഡേറ്റിനാണ്? 1st ഓഗസ്റ്റ് 2024. ആരാണ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നത്? സെക്രട്ടറി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നോട്ടീസ് കണ്ടോ. അപ്പോൾ നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക. ഇനി എന്താണ് നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത്? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതുകൂടി കൊടുക്കണം. എന്താണ് ഫസ്റ്റ്, എന്താണ് എല്ലാ പ്രോഗ്രാമിൻ്റെ ആദ്യം എന്താ ഉണ്ടാവുക? വെൽക്കം സ്പീച്ച്, അല്ലേ. വെൽക്കം സ്പീച്ച് ആരാണ് കൊടുക്കുന്നത്? സെക്രട്ടറിയാണ്. എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത ആളാണ് എന്ത് ചെയ്യുന്നത്? വെൽക്കം സ്പീച്ച് ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും കൊടുക്കുക. സെക്രട്ടറി ഫാമേഴ്സ് ക്ലബ് എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പ്രസിഡൻഷ്യൽ അഡ്രസ്സാണ്. അത് ആരാണ് ചെയ്യുന്നത്? പ്രസിഡൻറ്റ് ഫാമേഴ്സ് ക്ലബ്ബാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ജാനകി അമ്മേനാണ് അനുമോദിക്കുന്നത്, അല്ലേ. അപ്പോൾ നെക്സ്റ്റ് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് കഴിഞ്ഞാൽ പിന്നെ ആരെയാണോ അനുമോദിക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് ടോക്കൺ ഓഫ് ലവ് ടു മിസ്സിസ് ജാനകി അമ്മ. ആരാണ് ചെയ്യുന്നത്? ഡിസ്ട്രിക്ട് കളക്ടറാണ് ചെയ്യുന്നത്. ലാസ്റ്റ് അത് കഴിഞ്ഞാൽ ഫെലിസിറ്റേഷനായി, അല്ലേ, ഫെലിസിറ്റേഷനായി അത് ചെയ്യുന്നത് കണിക്കത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ലാസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സ്, അവിടെ വന്ന് എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിക്കുകയാണ്. അത് ചെയ്യുന്നത് കൺവീനർ ഫാമേഴ്സ് ക്ലബ് കണിക്കത്തൂരാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർഡർ ഒന്ന് നോക്കി വയ്ക്കുക. വെൽക്കം സ്പീച്ച് വേണം, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് വേണം, ആരെങ്കിലും അനുമോദിക്കുന്നുണ്ടെങ്കിൽ ടോക്കൺ ഓഫ് ലവ് എന്ന് പറഞ്ഞു കൊടുക്കണം. ലാസ്റ്റ് ഫെലിസിറ്റേഷനും വോട്ട് ഓഫ് താങ്ക്സും വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വരാറുണ്ട്. ഇതുപോലെ ഇതാ കണ്ടോ, ഈ കുട്ടിയുടെ ചിലപ്പോൾ ഇങ്ങനെ 4 പിക്ചേഴ്സ് തന്നിട്ട് അതെന്താണ് ചെയ്യുന്നത് അത് നിങ്ങളോട് എഴുതാൻ പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇതാ ഫസ്റ്റ് വൺ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആ കുട്ടി ഓടി ചെല്ലാണ് അതിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? വൺസ് there was a tree. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല കണ്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ കൊടുത്തത് കണ്ടോ, അതിൻ്റെ എക്സ്പ്ലനേഷൻ. വൺസ് there was a tree, there was a little boy too. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നോക്കി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? The tree and boy were good friends, അങ്ങനെ കൊടുക്കാം. സെക്കൻഡ് വൺ എന്താ? അവൻ്റെ തലയിൽ ഒരു തലപ്പാവുണ്ട്, അല്ലേ. അപ്പോൾ എന്താ പറയുക? He gathered the leaves and made ക്രൗൺ, അല്ലേ. അവൻ ആ ഇലകളൊക്കെ ശേഖരിച്ചിട്ട് അതുകൊണ്ട് എന്തുണ്ടാക്കി? തലയിൽ ഇങ്ങനെ തലപ്പാവ് ഉണ്ടാക്കിയിരുന്നു. പിന്നെന്താ അടുത്തതിൽ? അവൻ ആ ഊഞ്ഞാലാടാണ്, അല്ലേ. അപ്പോൾ എന്ത് കൊടുക്കാം? ഹി വുഡ് ക്ലൈംബ് അപ്പ് ഹെർ ട്രങ്ക് ആൻഡ് സ്വിങ് ഫ്രം ഹെർ ബ്രാഞ്ചസ്, അല്ലേ. ആ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ അവൻ ഊഞ്ഞാലാടാറുണ്ട്. ഇനി എന്താണ്? ആ മരത്തിൻ്റെ ഷെയ്ഡിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഹി വുഡ് സ്ലീപ്പ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ട്രീ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പിക്ചേഴ്സ് തന്നിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് എന്ത് വരാറുണ്ട്? ഇങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വരാറുണ്ട്. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ഒന്നുമല്ല, പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് എന്താ? അടുത്തത് 6ാമത്തെയാണ്, എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിൽ എന്താ വന്നിട്ടുള്ളത്? റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് എഡിറ്റ് ദ അണ്ടർലൈൻ വേർഡ്സ്. പാസേജ് വായിക്കാൻ പറയുന്നുണ്ട്. താഴെയുള്ള അണ്ടർലൈൻ വേർഡ്സിൽ എന്തോ തെറ്റുകളുണ്ട്. എന്താണ്? വൺ ഡേ സ്ട്രേഞ്ചർ കം ടു ദ ടൗൺ ഓഫ് ഹാംലിൻ. ഒരു ദിവസം ഒരു സ്ട്രേഞ്ചർ, ഒരു അജ്ഞാതൻ ഹാംലിനിലേക്ക് വന്നു, അല്ലേ.
കം എന്നാണ് വരിക, വന്നു അല്ലേ, ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ CAME കെയിം അല്ലേ. ടു ദ ടൗൺ ഓഫ് ഹാംലിൻ. ഹാംലിൻ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൻ്റെ പേരാണ്. അപ്പോൾ H എന്ത് കൊടുക്കണം? H എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വേണം കൊടുക്കുക കേട്ടോ. അപ്പോൾ H ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക, കം എന്നുള്ളത് കെയിം ആക്കുക. അടുത്തത് എന്താ? ഹി ക്യാരിഡ് എ പൈപ്പ് ഓൺ ഹിം. അവൻ്റെ കയ്യിലൊരു പൈപ്പ് ഉണ്ടായിരുന്നു. ഓൺ ഹിം എന്നാണോ പറയുക? അല്ല, ഓൺ എന്ന് പറയുന്നത് തെറ്റാണ്. എന്ത് പറയാം? വിത്ത് ഹിം. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിത്ത് ഹിം എന്ന് കൊടുക്കാം. ഹി ഹാഡ് എ സ്റ്റേൺ ലുക്ക് ആൻഡ് വാക്ക് സ്ട്രെയിറ്റ് ടു ദ മേയേഴ്സ് ഓഫീസ്. അവനൊരു സ്റ്റേൺ ലുക്കായിരുന്നു അല്ലേ. പിന്നെ അവൻ വാക്ക്ഡ് സ്ട്രെയിറ്റ്. സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ, സ്പെല്ലിംഗ് തെറ്റാണ്. STRAIGHT ആണ് സ്ട്രെയിറ്റിൻ്റെ സ്പെല്ലിംഗ്. അപ്പോൾ അതാണ് അവിടെ വ്യത്യാസം വരുന്നത്. ആൻഡ് വാക്ക് സ്ട്രെയിറ്റ് ടു ദ മേയേഴ്സ് ഓഫീസ്. മേയറിൻ്റെ എന്ന് പറയുമ്പോൾ MAYOR കഴിഞ്ഞിട്ട് കണ്ടോ ഇങ്ങനെ ഒരു അപ്പോസ്ട്രോഫി ഇടണം. അപ്പം എങ്ങനെയാണ് നമ്മൾ എഴുതുക മേയേഴ്സ്ന്ന്? MAYO, മേയറിൻ്റെ, രാഹുലിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ ഇടണം കേട്ടോ. മേയേഴ്സ് ഓഫീസ്. ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പാസേജ് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 6 ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് വരാവുന്നത്. അപ്പോൾ ഇതിൽ വരാൻ സാധ്യതയുള്ള ആക്ടിവിറ്റീസ് അല്ലേ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. താങ്ക്